Hi all, welcome back to my channel. ഇന്ന് ഞാൻ ഷവർമ പിസയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഷവർമയും പിസയും ഒക്കെ ഇഷ്ടമുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണിത്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണിത്. ചീസൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു പിസൻ്റെ ടേസ്റ്റും കിട്ടും. ഫില്ലിംഗ് ആണെങ്കിൽ നല്ലൊരു ഷവർമൻ്റെ ടേസ്റ്റും കിട്ടുന്നതാണ്. അപ്പോൾ നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്നാക്ക് തന്നെയാണ്. ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക് നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുബൂസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ആക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട് വെക്കണം. അതിനായിട്ട് ഇളം ചൂടുള്ള വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ കുത്തിയാൽ അധികം ചൂട് ഉണ്ടാവാൻ പാടില്ല. നന്നായി ചൂടായി പോയാൽ നമ്മുടെ ഈസ്റ്റ് ആക്റ്റീവായിട്ട് വരില്ല. ഇനി ഇത് മൂടിയിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് മൈദയൊക്കെ ഒന്ന് എടുത്തു വെക്കാം. ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് മൈദ വെച്ചിട്ട് നമുക്ക് 4 കുബൂസ് ചുട്ടെടുക്കാൻ പറ്റും. അത്യാവശ്യം നല്ല കട്ടിയിൽ വേണം കുബൂസ് ചുട്ടെടുക്കാൻ. അപ്പോൾ 2 കപ്പ് മൈദ എടുക്കണം. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ചിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആക്റ്റീവ് ആവാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഈസ്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേണേൽ മാത്രം ഇളം ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് സോഫ്റ്റ് ഡോ ആയിട്ട് കിട്ടുന്നത് വരെ കുഴച്ചെടുക്കുക. അപ്പോൾ കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ടിട്ട് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൈവച്ചിട്ട് എല്ലാ സൈഡും ഒന്ന് പുരട്ടി കൊടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി വെക്കാം. ഞാനിപ്പോൾ ഇവിടെ 300 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ തന്തൂരി മസാല പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, പക്ഷെ ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ചിക്കൻ കഴിക്കുന്ന സമയത്ത്. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ തൈരും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കൈവച്ച് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ക്ലോസ് ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് പിസ്സ സോസ് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 3 തക്കാളി എടുത്തിട്ടുണ്ട്. കത്തി വെച്ചിട്ട് ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. പെട്ടെന്ന് തൊലി ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തൊലിയൊക്കെ ഇളകി വന്നിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞ് വന്നാൽ നമുക്കതിൻ്റെ തൊലിയൊന്ന് ഇളക്കി മാറ്റി കൊടുക്കാം. അപ്പോൾ അത് മുഴുവനും തൊലി കളഞ്ഞിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വെളുത്തുള്ളിയുടെ പച്ചച്ചുവ മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക. ഒരു വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയുടെ പ്യൂരി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തിള വരുന്നത് വരെ മിക്സ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ പിസ്സ മസാല, സ്പൈസ് മിക്സൊക്കെ കൂടിയിട്ടുള്ളതാണ്. 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പൊടികളുടെ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറി കിട്ടിയാൽ നമുക്കിത് ഓഫ് ചെയ്തിട്ട് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക്
ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു റെസിപ്പിക്ക് സൺഫ്ലവർ ഓയിൽ മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാധാ വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ചിക്കൻ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുക സ്പൂൺ വെച്ചിട്ട്. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഒരു ഉള്ളി പൊടിയായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഇത്തിരി ഉപ്പ് മാത്രം ഇട്ട് കൊടുക്കുക. ചിക്കൻ ഓൾറെഡി നല്ല ഉപ്പുണ്ട്, കറക്റ്റായിട്ടുള്ള ഉപ്പുണ്ട്. അപ്പോൾ ഇതിലിടുന്ന ഉള്ളിയും ക്യാപ്സിക്കും ഒന്നും വഴന്ന് വരേണ്ട ആവശ്യമില്ല, കടിക്കേണ്ട പാകത്തിനാണ് നമുക്ക് വേണ്ടത്. അതിലേക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തന്തൂരി മയോണൈസ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് 5 അല്ലി വെളുത്തുള്ളിയും 3 മുട്ടയും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ തന്തൂരി മസാലയും 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ 1/4 കപ്പ് ഓയിൽ. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അടിച്ചു നോക്കുക. അപ്പോൾ നല്ല തിക്കായി കിട്ടുന്നത് വരെ ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തന്തൂരി മയോണൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ റെഡിയാകുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4 വലിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെപ്പോഴും ചുട്ടെടുക്കുന്ന കുബൂസിനേക്കാളും കുറച്ച് കട്ടിയിൽ വേണം പരത്തിയെടുക്കാൻ. ഇതിപ്പോൾ ഇവിടെ ഓരോന്നും പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കിയിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. നമ്മളിപ്പോൾ കുബൂസ് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലേറ്റിലൊക്കെ തുറന്നിടാൻ പാടില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒരു തുണിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് കൊടുത്താൽ മതി. ഒരു സൈഡ് ബബിൾസായി വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് അടുത്ത സൈഡും കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ മുന്നേ ഞാൻ കുബൂസിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കുബൂസൊക്കെ ചുട്ടെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് അസംബിൾ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഓവനിലാണെങ്കിൽ നമുക്കിത് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് തട്ടിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തട്ടിലാണ് ചെയ്തെടുക്കുന്നത്. ഫസ്റ്റ് കുബൂസ് വെച്ച് കൊടുക്കുക, അതിന് മുകളിലേക്ക് പിസ്സ സോസ് വെച്ച് കൊടുത്തിട്ട് മയോണൈസ് വെച്ച് കൊടുക്കുക. അപ്പോൾ തന്തൂരി മയോണൈസാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ തന്തൂരി പൗഡർ ഇല്ല എങ്കിൽ നമുക്ക് മുളക് പൊടി വെച്ചിട്ടും മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മയോണൈസിന് മുകളിലായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക, ചീസ് ഇട്ട് കൊടുക്കുക. മൊസാറല ചീസാണ് എടുത്തിട്ടുള്ളത്. അതിന് മുകളിലായിട്ട് ഒറിഗാനോ സ്പൈസ് മിക്സ് ഇട്ട് കൊടുക്കുക. അപ്പം രണ്ടാമത്തെ കുബൂസും കൂടി വെച്ച് കൊടുത്തതിന് ശേഷം മൊസാറല ചീസ് ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്ക് മയോണൈസും കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിന് മുകളിലായിട്ട് മയോണൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കുക്കായി വരുമ്പോൾ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഒറിഗാനോ സ്പൈസ് മിക്സ് ഏറ്റവും ടോപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് ആയ പ്രീഹീറ്റായ തട്ടിലേക്ക് നമുക്കിത് ഇറക്കി വെച്ച് കൊടുത്തിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ ചീസ് മെൽട്ടാവാനുള്ള ആ ഒരു ടൈം മാത്രമേ വേണ്ടൂ, ബാക്കിയൊക്കെ കുക്കായതാണ്. അപ്പോൾ നല്ല ചീസിയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനോ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനോ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ, താങ്ക് യു.